60-ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജയകുമാരി. കുഴിക്കാട്ടുശ്ശേരി ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരികോത്സവം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നൃത്തോത്സവത്തിലാണ് അക്കാദമിയിലെ നിരവധി കുട്ടികൾക്കൊപ്പം ജയകുമാരിയും വേദിയിലെത്തിയത്. ബാങ്ക് ജീവനക്കാരിയായ നൈസി തോമസും ഈ വർഷം ജയകുമാരിക്കൊപ്പം അരങ്ങേറ്റം നടത്തി. ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ജയകുമാരി ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയിൽ നൃത്തം അഭ്യസിക്കാൻ എത്തിയത്. ഇപ്പോൾ 60-ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരികോത്സവം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നൃത്തോത്സവത്തിലാണ് അക്കാദമിയിലെ നിരവധി കുട്ടികൾക്കൊപ്പം ജയകുമാരിയും വേദിയിലെത്തിയത്. ഗ്രാമികയിൽ വയലിനും പരിശീലിക്കുന്ന ഇവർ ദേശക്കാഴ്ച സംഗീതോത്സവത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം വയലിനും അവതരിപ്പിക്കുകയുണ്ടായി. ഗ്രാമിക അക്കാദമിയിൽ അമ്മമാർക്കും മുതിർന്നവർക്കും നൃത്ത പരിശീലനത്തിനായി പ്രത്യേക ബാച്ചും നിലവിലുണ്ട്. ബാങ്ക് ജീവനക്കാരിയായ നൈസി തോമസും ഈ വർഷം ജയകുമാരിക്കൊപ്പം അരങ്ങേറ്റം നടത്തി. റിട്ടയർമെന്റിനു ശേഷം കലാപഠനത്തിനു പുറമെ അക്കാദമിക് രംഗത്തും സ്ഥിര പരിശ്രമത്തിലാണ് ജയകുമാരി. SSLC മാത്രം പാസ്സായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ശേഷം സർവീസിലിരുന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി. വിരമിച്ച ശേഷം കേരള സർവകലാശാലയിൽ നിന്നും സോഷ്യോളജിയിൽ ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് 1-ാം ക്ലാസ്സോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഇപ്പോൾ നിയമപഠനത്തിനു വേണ്ടി പ്രവേശന പരീക്ഷയ്ക്കായുള്ള പരിശീലനത്തിലാണ്. താഴേക്കാട് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായും പ്രവർത്തിക്കുന്നു. മീഡിയ ടൈം, ആളൂർ.